കാണാൻ അത്യാവശ്യം സുന്ദരനായ പയ്യനാണ് രാഹുൽ. അവൻ്റെ വീട്ടിൽ അമ്മ മാത്രമേയുള്ളൂ. അച്ഛന് വിദേശത്താണ് ജോലി. അവൻ്റെ അമ്മയുടെ പേര് ലക്ഷ്മി. രാഹുലിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആളൊരു പൂവാലനാണ്. നല്ല ഭാഗ്യമുള്ള പൂവാലൻ. കാണാൻ വെളുപ്പും സൗന്ദര്യവും വാചകമടിക്കാനുള്ള കഴിവുമുള്ളത് കൊണ്ട് തന്നെ പല പെൺപിള്ളേരും അവൻ്റെ വലയിൽ വീഴാറുണ്ടായിരുന്നു. അവൻ്റെ ഒരു രീതി അനുസരിച്ച് പ്രേമം അധികകാലം നീട്ടിക്കൊണ്ടു പോവാറില്ല. 1-2 മാസം ഒരാളെ പ്രേമിക്കും, പിന്നെ വേറെയാളെ നോക്കും. വേറെ പൂക്കൾ തേടി പോകുന്ന പൂമ്പാറ്റയെ പോലെ. രാഹുലിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവൻ്റെ അമ്മ ലക്ഷ്മി തന്നെയാണ്. എങ്കിലും അവൻ ഈ പ്രേമത്തെക്കുറിച്ചും തേപ്പിനെക്കുറിച്ചൊന്നും അമ്മയോട് പറയാറില്ലായിരുന്നു. പിന്നെ അതൊക്കെ പറയാൻ അവന് വേറൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. പേര് ഉണ്ണിക്കുട്ടൻ. അവൻ്റെ ക്ലാസ്സിൽ തന്നെയുള്ളതാണ്. ഉണ്ണിയുടെ വീട് ഇച്ചിരി ദൂരെ ആയതിനാൽ കോളേജിൽ മാത്രമേ രാഹുലിന് അവനെ കാണാൻ പറ്റുമായിരുന്നുള്ളൂ. അല്ലാതെ ക്ലാസ്സില്ലാത്ത ദിവസങ്ങൾ അത്രയും ദൂരം യാത്ര ചെയ്ത് വന്ന് അവർ കമ്പനി കൂടാറില്ലായിരുന്നു. അങ്ങനെയിരിക്കെ വളരെ അപ്രതീക്ഷിതമായി ഒരിക്കൽ ടൗണിലെ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് രാഹുൽ ഉണ്ണിയെ കാണാനിടയായി. അപ്പോൾ രാഹുലിൻ്റെ കൂടെ അവൻ്റെ അമ്മയും ഉണ്ടായിരുന്നു. എടാ, ഇതാരാ? നിന്റെ ചേച്ചിയാണോ? ഉണ്ണിയുടെ ചോദ്യം. ചേച്ചിയോ? ഇതെൻ്റെ അമ്മയാടാ മണ്ട, രാഹുൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മയോ? ഇതോ? ഹോ, കണ്ടാൽ പറയില്ലാട്ടോ. സോ ബ്യൂട്ടിഫുൾ ആൻഡ് സോ യങ്. താങ്ക്സ് ബ്രോ. അപ്പോൾ അമ്മ സാധനങ്ങൾ ബില്ലാക്കുമായിരുന്നു. അങ്ങനെ കാശൊക്കെ കൊടുത്തു കഴിഞ്ഞ് അവർ സാധനങ്ങളുമായി പോകുമ്പോൾ അമ്മ ചോദിച്ചു, നിന്റെ ഫ്രണ്ടാണോ അത്? അതെ അമ്മേ. ഓ, അപ്പോൾ നിനക്ക് ആൺകുട്ടികളും ഫ്രണ്ട്സ് ആയിട്ടുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അമ്മ കളിയാക്കിക്കൊണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ അവനൊന്ന് ചമ്മി. അങ്ങനെയിരിക്കെ ഒരിക്കൽ ക്ലാസ്സിൽ വെച്ച് ഉണ്ണി രാഹുലിനോട് ചോദിച്ചു, എടാ, എന്നാലും നീ എങ്ങനെയാ കുറേ പെൺപിള്ളേരെ ലൈനാക്കുന്നത്? നിനക്ക് ഒന്നിനെ പിറകെ ഒന്നായി വീഴുന്നുണ്ടല്ലോ. അത് കേട്ടപ്പോൾ രാഹുൽ പൊടിമീശ പിടിച്ച് തിരിച്ചുകൊണ്ട് പറഞ്ഞു, അതൊക്കെ സ്കില്ലാണ് മോനെ. എടാ, ആ സ്കില്ല് എനിക്കും കൂടി ഒന്ന് പറഞ്ഞു തരാമോ? ഞാൻ കുറച്ച് മാസമായി പ്രിയയെ പ്രേമിക്കുന്നു, പിന്നാലെ നടക്കുന്നു. പക്ഷേ എന്തൊക്കെ ശ്രമിച്ചിട്ടും അവൾ വളയുന്നില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയുമില്ലടാ. അത് കേട്ട് രാഹുൽ ഒരു ചിരിയോടെ ചോദിച്ചു, പ്രിയയോ? അതാരാ? ഓ, അതോ, ഇവിടുത്തെ ആളല്ലടാ. അവൾ എൻ്റെ നാട്ടിലാ. എൻ്റെ വീടിൻ്റെ ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്താ അവളുടെ വീട്. ആണോ? എന്നിട്ട് നീ അവളെ പ്രപ്പോസ് ചെയ്തോ? രാഹുലിൻ്റെ ചോദ്യം. പ്രപ്പോസൊക്കെ ചെയ്തു. പക്ഷേ അവൾ ഇഷ്ടമാണെന്നും പറയുന്നില്ല, ഇഷ്ടമല്ലെന്നും പറയുന്നില്ല. ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ അനിയത്തിയെ കൊണ്ട് വരെ ചോദിപ്പിച്ചു. അപ്പോൾ അവൾ ഈ കാര്യത്തെപ്പറ്റി ഒരു മറുപടിയും പറയുന്നില്ല അത്രേ. അത് കേട്ട് രാഹുൽ ഒരു ചിരിയാലെ പറഞ്ഞു, എടാ, അവൾ നിന്നെ വട്ടം ചുറ്റിക്കുന്നതാ. അങ്ങനെയുള്ളവരെ എത്രയും പെട്ടെന്ന് തന്നെ ഒഴിവാക്കുന്നതാ നല്ലത്. മിക്കവാറും അവർക്ക് വേറെ ആരെങ്കിലും കാണും. എന്നാലോ പിന്നാലെ വരുന്നത് വിടുകയുമില്ല. അത് കേട്ട് ഉണ്ണി ഒരു നിമിഷം ചിന്തിച്ചു. എടാ, അങ്ങനെയൊക്കെ ഉണ്ടാകുമോ? പ്രിയയ്ക്ക് അങ്ങനെ ആരുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അവളുടെ ഫ്രണ്ട്സും ഉറപ്പ് പറഞ്ഞിരുന്നു. ഉണ്ണി പറഞ്ഞത് കേട്ട് രാഹുൽ ഒരു നിമിഷം ചിന്തിച്ചു. എന്നിട്ട് പറഞ്ഞു, എടാ, എന്നാ നീ ഒരു കാര്യം ചെയ്യ്. നീ എപ്പോഴും അവളുടെ പിന്നാലെ നടക്കുന്നത് ഒഴിവാക്ക്. അവൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാതെ നിന്റെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുക. അവൾക്ക് നിന്നോട് താല്പര്യമുണ്ടെങ്കിൽ അവൾ ഉറപ്പായും നിനക്ക് ഒരു സൂചന തരും. ഇനി അങ്ങനെ തന്നില്ലെങ്കിൽ അവളെ ഒഴിവാക്കി വേറെ ആളെ നോക്ക്. രാഹുൽ പറഞ്ഞത് കേട്ട് ഉണ്ണി നിരാശനായി. അത്രയും വേണോടാ? പിന്നല്ലാതെ. നമ്മളോട് താല്പര്യമില്ലാത്തവരുടെ പിറകെ പോയി നമ്മുടെ വില കളയുന്നത് എന്തിനാ? ശരിയാടാ. ഉണ്ണി അവൻ പറഞ്ഞതിനോട് യോജിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഉണ്ണി ക്ലാസ്സിൽ വന്നിരുന്നില്ല. മാത്രമല്ല അന്ന് രാഹുൽ ക്ലാസ് കട്ട് ചെയ്താലോ എന്ന് കരുതിയിരിക്കുന്ന ദിവസമായിരുന്നു. ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞപ്പോൾ അവൻ ഉണ്ണിയെ വിളിച്ചു. എടാ, ഇന്നെന്താ പറയാതെ ലീവ് എടുത്തേ? എടാ, ലീവ് എടുത്തതല്ല. ഞാനിന്ന് രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങിയതായിരുന്നു. പക്ഷേ വഴിയിൽ വെച്ച് ഞാൻ കാൽ വഴുതി ചെളിയിൽ വീണു. യൂണിഫോമിൽ ആകെ ചെളിയായി. ഞാൻ വീട്ടിലേക്ക് പോയി. പിന്നെ അലക്കി വെച്ച യൂണിഫോമൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് ഞാൻ ലീവാക്കി. ഇന്നെങ്ങനെയാ, ക്ലാസ് കുറേ എടുത്തായിരുന്നോ? ക്ലാസ് ഒരു പീരീഡ് മാത്രം കുറച്ചെടുത്തു. പിന്നെ ബാക്കി മൊത്തം നോട്ട്സ് തന്നു. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ക്ലാസ്സിൽ കയറിയില്ല. അതെന്താടാ? ഒന്നുമില്ലടാ, ഒരു തലവേദന. ഒന്ന് വീട്ടിൽ പോയി നല്ലോണം ഉറങ്ങണം. ഇന്നലെ രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. എന്താണെന്നറിയില്ല, ഉറക്കം കിട്ടിയില്ല. ആണോ? എടാ, അപ്പോൾ നീ നാളെ വരില്ലേ? ഉണ്ണിയുടെ ചോദ്യം. ആ, നാളെ വരും. നമുക്ക് നാളെ കാണാം. ഓക്കെ, ശരി. അങ്ങനെ രാഹുൽ ഫോൺ വെച്ച് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് വിട്ടു.
അവൻ്റെ വീടിനടുത്ത് എത്താറായതും അവൻ ജംഗ്ഷനിൽ വെച്ച് ഒരു സുന്ദരി പെണ്ണ് നടന്നു പോകുന്നത് കണ്ടു. ഒറ്റ നോട്ടത്തിൽ തന്നെ അവന് അവളെ ഇഷ്ടമായി. കയ്യിൽ ഒരു ബാഗും ഉണ്ടായിരുന്നു. ഇവൾ ഏത് കോളേജിലാണാവോ? കളർ ഡ്രസ്സാണ്. ഇനി കോളേജിലല്ലായിരിക്കും, ചിലപ്പോൾ ജോലിക്ക് പോകുന്നതാണെങ്കിലോ? കാണാനും അതുപോലെ ഒരു പക്വതയൊക്കെയുണ്ട്, അവൻ ചിന്തിച്ചു. അവൻ വേഗം ഒരു വശത്ത് ബൈക്ക് നിർത്തി അവൾ എങ്ങോട്ട് പോകുവാണെന്ന് വീക്ഷിച്ചു. അപ്പോൾ അവൾ അവിടെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ പോയി നിന്നത് കണ്ടു. അപ്പോൾ ഇവളുടെ വീട് ഇവിടെ എവിടെയോ അടുത്ത് തന്നെയാണ്. പക്ഷേ താനിതിനു മുൻപ് ഇവളെ കാണാത്തത് എന്തായിരുന്നു? ഹാ, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ, അവൻ ചിന്തിച്ചു. എന്തായാലും അവളെ കണ്ടിട്ട് തൻ്റെ ചേച്ചിയാവാനുള്ള പ്രായമുണ്ടെന്ന് തോന്നുന്നു. അവൻ അതും ചിന്തിച്ച് വീട്ടിലേക്ക് വിട്ടു. പിറ്റേന്ന് രാവിലെ രാഹുൽ കോളേജിൽ പോകാൻ ബൈക്ക് എടുത്തപ്പോഴാണ് അത് കണ്ടത്. ടയർ പഞ്ചറായിരുന്നു. ഷോ, ഇനി ബസ്സിന് പോകണമല്ലോ, അവൻ പിറുപിറുത്തു. എന്താടാ ഇന്ന് ബൈക്ക് എടുക്കുന്നില്ലേ? അമ്മയുടെ ചോദ്യം. അത് പഞ്ചറായി അമ്മേ, ഇനി എപ്പോഴെങ്കിലും ശരിയാക്കാൻ കൊണ്ടുപോകണം. അതും പറഞ്ഞ് അവൻ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. അവന് നടന്നു പോകുന്നതും ബസ്സിൽ പോകുന്നതുമൊക്കെ വലിയ മടിയുള്ള കാര്യമാണ്. പിന്നെ വേറെ വഴിയൊന്നുമില്ലല്ലോ. അങ്ങനെ അവൻ ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോഴാണ് പെട്ടെന്ന് അത് ശ്രദ്ധിച്ചത്. താൻ ഇന്നലെ ഉച്ചയ്ക്ക് കണ്ട ആ ചേച്ചി അവിടെ ബസ് കാത്തു നിൽക്കുന്നു. അവളോടൊന്ന് സംസാരിച്ച് നോക്കിയാലോ? അവിടെയാണെങ്കിൽ കുറേ പേരുണ്ട്. ഇനി താൻ അവളോട് സംസാരിച്ചിട്ട് അവൾ തിരിച്ചൊന്നും പറഞ്ഞില്ലെങ്കിലോ? ആകെ ചളമാകും. ഈ പെൺപിള്ളേരുടെ കാര്യം അങ്ങനെയാണല്ലോ, അവൻ ചിന്തിച്ചു. അവൻ പതിയെ അവളുടെ അടുത്തേക്ക് നീങ്ങി. ഹായ്, ഗുഡ് മോർണിംഗ്, അവൻ മെല്ലെ പറഞ്ഞു. അവൾ പതിയെ തിരിഞ്ഞു നോക്കി. അവൻ ചിരിക്കുന്നത് കണ്ടതും അവളും ചെറുതായി ചിരിച്ചു. പഠിക്കുവാണോ? അവൻ്റെ ചോദ്യം. അല്ല, ഞാൻ ടൗണിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുവാണ്. ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുവാണ്. അല്ല, ഇയാളുടെ പേരെന്താ? എൻ്റെ പേര് മീനാക്ഷി. അങ്ങനെ അവൻ അവളുമായി ഓരോന്ന് സംസാരിച്ച് നിൽക്കുമ്പോഴാണ് അവർ നിൽക്കുന്നതിൻ്റെ എതിർഭാഗത്തായി ബസ് സ്റ്റോപ്പിൽ ഉണ്ണിക്കുട്ടനെ കണ്ടത്. ഇവനെന്താ ഇവിടെ? അവൻ ചിന്തിച്ചു. രാഹുൽ വേഗം ഫോൺ എടുത്ത് അവനെ വിളിച്ചു. എടാ, നീ എവിടാ? എടാ, ഞാൻ നിൻ്റെ വീടിൻ്റെ ഇപ്പുറത്തുള്ള ബസ് സ്റ്റോപ്പിലുണ്ട്. ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാനിരിക്കുമായിരുന്നു. നീ പോകുമ്പോൾ എന്നെയും പിക്ക് ചെയ്യണേ. എടാ, അതിന് ബൈക്കില്ലടാ, ടയർ പഞ്ചറായി. അല്ല, നീ എന്താടാ ഇവിടെ ബസ് സ്റ്റോപ്പിൽ? രാഹുൽ ചോദിച്ചു. എടാ, ഞാൻ പറഞ്ഞായിരുന്നില്ലേ പ്രിയയുടെ കാര്യം. നീ പറഞ്ഞ പോലെ ഞാൻ എല്ലാം ട്രൈ ചെയ്തു, പിന്നെ ഒഴിവാക്കി. ഇപ്പോൾ വേറെ ആളെ നോക്കുക. അവളെ ഫോളോ ചെയ്താ ഇവിടെ എത്തിയത്. അവൾ ഇവിടെ ബസ് സ്റ്റോപ്പിലുണ്ട്. പക്ഷേ ഞാൻ എത്ര സംസാരിച്ചിട്ടും അവളൊന്നും മറുപടി പറയുന്നില്ല, ഉണ്ണി നിരാശയോടെ പറഞ്ഞു. എടാ, നിനക്ക് ഇതുപോലുള്ള അവൾമാരെ മാത്രമാണല്ലോ കിട്ടുന്നേ. നീ അതിനെ ഒഴിവാക്കടാ. കൂടുതൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ പ്രശ്നമാകും. അതുകൊണ്ട് നീ വേറെ നോക്കിക്കോ, അതാ നല്ലത്. രാഹുൽ പറഞ്ഞത് കേട്ടപ്പോൾ ഉണ്ണി പറഞ്ഞു. ശരിയടാ, ഞാൻ അപ്പുറത്തെ സൈഡ് വരാം. നമുക്ക് ഒരുമിച്ച് കോളേജിൽ പോകാം. ഓക്കേടാ. അങ്ങനെ ഉണ്ണി രാഹുൽ നിൽക്കുന്നിടത്തേക്ക് പോയി. അപ്പോൾ രാഹുൽ മീനുവുമായി സംസാരിച്ച് നിൽക്കുന്നത് കണ്ട് ഉണ്ണി പതിയെ അവൻ്റെ ചെവിയിൽ ചോദിച്ചു. ആരാടാ? പുതിയ ലൈനാണോ? അവൻ പതുക്കെയാണ് അത് ചോദിച്ചതെങ്കിലും മീനു അത് കേട്ടിരുന്നു. അവൾക്ക് ചിരി വന്നു. എടാ, ഈ കൊച്ച് എൻ്റെ ചേച്ചിയെ പോലെയാണ്, ടൗണിൽ വർക്ക് ചെയ്യുക. രാഹുൽ പറഞ്ഞത് കേട്ട് മീനു ചിരിച്ചു. ഓ പിന്നെ ചേച്ചി, ചേച്ചിയെങ്കിൽ ചേച്ചി, നീ അങ്ങോട്ട് മാറി നിൽക്കെന്നും പറഞ്ഞ് ഉണ്ണി അവളോട് സംസാരിക്കാൻ തുടങ്ങി. ഒരു പെണ്ണിനോട് സംസാരിച്ച് അവൻ ആദ്യമായിട്ടായിരുന്നു ഇങ്ങോട്ട് മറുപടി കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവന് സ്വർഗം കണ്ടതുപോലെ തോന്നി. ഉണ്ണി അവളുമായി കുറച്ചു നേരം സംസാരിച്ചു, അവരുടെ ബസ് വരുന്നത് വരെ. അങ്ങനെ അവർ ബസ്സിൽ കയറി. അവൾ മുൻപിലെ ഡോറിൽ കൂടിയും രാഹുലും ഉണ്ണിയും പിന്നിലെ ഡോറിൽ കൂടിയും ബസ്സിൽ കയറി. അത്യാവശ്യം നല്ല തിക്കും തിരക്കുമായിരുന്നു ബസ്സിൽ. എടാ, നീ ആരെ ഫോളോ ചെയ്തിട്ടാ വന്നേ? രാഹുലിൻ്റെ ചോദ്യം. എടാ, അത് അടിപൊളി കൊച്ചായിരുന്നടാ, എൻ്റെ നാട്ടിലാ. അവൾ രാവിലെ തന്നെ അവിടുന്ന് ബസ് കയറും. പിന്നെ നമ്മളിപ്പോൾ ബസ് കയറിയില്ലേ, അവിടെ ഇറങ്ങും. എന്നിട്ട് അവിടുന്ന് വീണ്ടും ഒരു ബസ് കയറി പോകും, ഉണ്ണി പറഞ്ഞു. ആണോ? അവളുടെ യൂണിഫോം കളർ ഏതാ? അത് കേട്ടപ്പോൾ ഉണ്ണി പറഞ്ഞു കൊടുത്തു. എടാ, ഇത് ആ കോളേജ് തന്നെ. അവളപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയറിലോ മറ്റോ ആയിരിക്കും പഠിക്കുന്നേ. രാഹുൽ പറഞ്ഞത് കേട്ട് ഉണ്ണി ചോദിച്ചു. നിനക്കറിയാമോ ആ കോളേജ്? അറിയാടാ, എൻ്റെ വീടിൻ്റെ ഒരു 2 കിലോമീറ്റർ എങ്ങാണ്ടോ അപ്പുറത്താണ്.